അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതായ ആശയം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ സുന്ദരമായ ആശയത്തിനെതിരെ വരുന്ന അപശബ്ദങ്ങളെ എല്ലാവിധത്തിലും എതിർക്കുകയും അതിൻ്റെ യഥാർത്ഥ വശം പരിശുദ്ധമായ ദീന് പഠിപ്പിച്ച പ്രമാണങ്ങളിലൂടെ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചാനലിൻ്റെയും നമ്മുടെ പ്രഭാഷണങ്ങളുടെയും യഥാർത്ഥ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് മുതൽ കുറഞ്ഞ വീഡിയോകളെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ എങ്കിലും മുന്നോട്ട് പോയിട്ടുള്ളത്. പ്രാമാണികമായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണ വരുത്തുന്ന മൗലവിമാരുടെ ക്ലിപ്പുകൾ ഇട്ടുകൊണ്ട് വളരെ സമാധാനപൂർണമായി ഗണ്ണിക്കുന്ന ശൈലിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിനിടയിൽ മൻസൂർ മണ്ണാർക്കാട് എന്നൊരു വ്യക്തി അസഭ്യമായ ഭാഷയിലൂടെ പരിശുദ്ധമായ ദീനിന്റെ സുന്ദരമായ ആശയത്തിനെതിരെ കൊഞ്ഞനം കുത്തിയപ്പോൾ ചെറിയൊരു കാര്യം അദ്ദേഹത്തെ ഉണർത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ദൗത്യം നമ്മൾ നടത്തുകയും ചെയ്തു. അദ്ദേഹം ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇപ്പോൾ അതിനെ എതിർത്താലും അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിക്കും, എൻ്റെ ഈ ശൈലി ശരിയാണോ എന്ന്. 2000-ലധികം വീഡിയോ അദ്ദേഹം ചെയ്തു എന്ന് പറയുന്നത്. ആ വീഡിയോയിൽ ഏത് വീഡിയോ എടുത്തു നോക്കിയാലും ആ വീഡിയോകളിൽ മുഴുവനും വളരെ സഭ്യമല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ചത് കാണാൻ കഴിയും. ഇത് ദഅവത്തല്ല, ഇത് ദഅവത്തിന്റെ ശൈലിയല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ലക്ഷ്യം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രത്യേകമായ ആവശ്യമാണ്, ഞാൻ സംസ്കാരമുള്ളവനാണ് എന്നും ഞാൻ പഠിച്ചത് വഹാബി പാഠശാലയിൽ നിന്നാണെന്നും ആ വഹാബി പാഠശാലക്ക് ഒരു കുഴപ്പവും തകരാറുമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ആ ഒരു സംഗതി ബോധ്യപ്പെടുത്തൽ മാത്രമാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു, മൻസൂറെ, നീ ഈ സംസ്കാരത്തിൽ സംസാരിക്കാനുണ്ടായ കാരണം നിനക്ക് ഈ ആശയം പഠിപ്പിക്കപ്പെട്ടതും സംസ്കാരം കൈമാറപ്പെട്ടതും വഹാബി പാഠശാലയിൽ നിന്നാണ്. വളരെ ബോധപൂർവമാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം വഹാബി പാഠശാലയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചതുകൊണ്ട് നമുക്കതൊന്ന് പഠിപ്പിക്കാം, അവിടുന്ന് തുടങ്ങാനോ. മൻസൂർ മണ്ണാർക്കാടിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധാർമ്മികതയുണ്ടെങ്കിൽ, നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ ഗണ്ണിക്കാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. ലോകം അറിയണം ഇത്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ, തീവ്രവാദ ആശയങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു പ്രത്യായ ശാസ്ത്രത്തിന്റെ അനുയായികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയത് അത്രയല്ലേ ഉള്ളൂ എന്നാണ് നമ്മൾ അന്നും ചോദിച്ചത്, ഇന്നും പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ഫാരിസ് അലി അൽ ഹസനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാർ ഒരു യൂട്യൂബ് ചാനലിൽ ചെയ്തൊരു വീഡിയോ എനിക്കെതിരെ, അതും ഭീഷണി സ്വരത്തിൽ അടക്കമുള്ള ചില വാക്കുകളാണ് ആ മനുഷ്യൻ അയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇരുന്നു കൊണ്ട് പറയുന്നത്. ഭീഷണി സ്വരത്തിൽ ഒരു വാക്ക് ഞാൻ പറഞ്ഞത് മൻസൂറെ എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ എന്താണ് ഇതിൽ പറഞ്ഞത്? സുന്നികളാരും നീ പഠിച്ച സംസ്കാരം പഠിച്ചിട്ടില്ല. നീ എന്ത് തെറി പറഞ്ഞാലും എനിക്കൊരു സമാധാനം കിട്ടി. എന്നെ കുറെ തെറി പറഞ്ഞില്ലേ, എനിക്കൊരു സമാധാനം കിട്ടി. അൽഹംദുലില്ലാ, എനിക്ക് സന്തോഷം. എന്നെ കൊണ്ട് ഒരാൾക്ക് ഒരു സമാധാനം കിട്ടുകയാണെന്ന് എനിക്ക് സന്തോഷം തന്നെ. ഈ എന്നെ എന്തു പറഞ്ഞു, ഏത് നിലക്കും തെറി പറഞ്ഞു. എന്നെ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോ പറഞ്ഞത് എന്താ, ഈ ഒരു ശൈലി ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യൂല. ഒരു കേസ് പോലും വ്യക്തിഹത്യ നടത്തുമ്പോ ഒരു പണ്ഡിതനിൽ നിന്നും ഇന്ന് വരെ നിനക്ക് നേരിടേണ്ടി വന്നിട്ടില്ല, നേരിടേണ്ടി വരില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഏത് വാക്കിലൂടെ ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തി? ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അയാൾക്ക് യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട് എന്തും പറയാം. എനിക്ക് എന്നല്ല, ഒരാൾക്കും യൂട്യൂബ് ചാനൽ തുറന്നു വെച്ച് എന്തും പറയാൻ പറ്റില്ല. അത് ഞാനാണെങ്കിലും മൻസൂറെ നീ ആണെങ്കിലും അത് ശരിയുള്ള കാര്യമല്ല. നമ്മളെ വീക്ഷിക്കുന്ന സമൂഹം പല വിഭാഗം ആളുകളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ഈ വീഴ്പലക്കളൊക്കെ ആർക്കാണ് ഇത് ബാധിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. വളരെ മോശകരമായ വാക്കുകൾ, എന്തെല്ലാം വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഏതോ കുക്കുമോള് ഈ പേര് കേട്ടിട്ടെങ്കിലും ഈ മൊയന്തിനത് മനസ്സിലായില്ല. കവരത്തി ദ്വീപിലെ കാസിമ എന്ന് പറയുന്ന ഔലിയക്കാക്ക ചിറ്റടിമേത്തിൽ അബ്ബക്കറിന് ഒരു ഇടപാടുമില്ല എന്നുള്ളതാണ്. കാലുവാരി നിലത്തടിക്കണ്ടേ അല്ലേ, എന്നിട്ട് തറയിലടിച്ച് ഭിത്തിയിലൊട്ടിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതല്ല ചെയ്യേണ്ടത്. ഈ ജഹാലത്ത് പറയുന്ന ഈ പടു ജാഹിലിനെയൊക്കെ ഇയാളെ ജാഹിൽ എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതൊക്കെ കാണുന്ന ഒരു സമൂഹമല്ലേ, പബ്ലിക് മീഡിയയിലല്ലേ ഈ സംസാരിക്കുന്നത്. അത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അയാളുടെ മൊബൈൽ മുൻപിൽ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ കുറെ കിതാബുകളൊക്കെ ബാക്ക് സൈഡിൽ അടുക്കി വെച്ചുകൊണ്ട്, കുറെ കിതാബുകൾ ബാക്ക് സൈഡിൽ അടുക്കി വെക്കുക മാത്രമല്ല മൻസൂറെ ചെയ്തത്. എന്റെ കഴിഞ്ഞ വീഡിയോക്ക് വന്നിട്ട് മറുപടി പറഞ്ഞു, നീ ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഉണർത്തിയ വഹാബി വെട്ടുകിളികളെ ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ, നല്ല എരിവും പുളിയുമുള്ള രീതിയിൽ തെറികളും അസഭ്യങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നിറഞ്ഞ നിലക്ക് സംസാരിച്ചു. അത് കേൾക്കാൻ ആളുകളുണ്ടാവും. നല്ല രീതിയിൽ മസാല പുരട്ടപ്പെട്ട സംസാരം കേൾക്കാൻ ആളുകൾ കൂടും മൻസൂറെ. പക്ഷെ അതിന് നമ്മൾ ആവേശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പാടുണ്ടോ? കിതാബ് പിന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ സംസാരിക്കണം. കിതാബ് പിന്നിലുണ്ട്, മുന്നിലുണ്ട്, കയ്യിലുണ്ട്. ഞാൻ നിനക്കെതിരെ ചെയ്ത വീഡിയോയിൽ കിതാബ് എടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനതിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിനക്ക് ധൈര്യമുണ്ടോ?
നിന്നെ ഈ ആശയം പഠിപ്പിച്ച മൗലവിമാർക്ക് ധൈര്യമുണ്ടോ? ഞാൻ ആ വായിച്ച കിതാബിന്റെ ഉദ്ധരണി ഒന്ന് എടുത്ത് വായിക്കാൻ. മൻസൂർ ഭായ്, ഈ ഹദീസ് ഒന്ന് വായിച്ച് അർത്ഥം വെക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ? ഫൈസൽ മൗലവി, അനുയായികൾക്ക് ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ഹദീസിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വിശദീകരണം ഒന്ന് വായിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു വഹാബിക്ക് ധൈര്യമുണ്ടോ? അല്ലാഹു തആല ആദരവ് കൊടുക്കുന്നു അല്ലാഹുവിലേക്ക് അടുക്കുന്ന വ്യക്തിക്ക്. ഹത്താ ഉഹിബ്ബഹു, അല്ലാഹു സ്നേഹിക്കുന്നു ആ വ്യക്തിയെ. ഫൈദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവാണ് പറയുന്നത്, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. വഇൻ സഅലനി അഅതൈതുഹു, എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അത് അവന് നൽകും. വലഇൻ ഇസ്തഅദനി ലഉഈദന്നഹു, എന്നോട് കാവലിനെ തേടിയാൽ ഞാൻ കാവൽ കൊടുക്കും. അല്ലാഹു തആലയാണ് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞ ഈ ഖുദ്സിയായ ഹദീസ് സമൂഹത്തോട് വിളിച്ചു പറയാൻ എന്തേ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? എന്താണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്? അല്ലാഹു തആല കയ്യാകും, അല്ലാഹു തആല കാലാകും, അല്ലാഹു തആല കാതാകും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ബാഹ്യാർത്ഥം മുഅ്മിനീങ്ങളാരും ഉദ്ദേശിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. എന്താണ് അതിന്റെ അർത്ഥം? വകദാലിക്കൽ അബ്ദു വകദാലിക്കൽ അബ്ദു, ഒരടിമ ഇദാ വാദബ അല ത്വആത്ത്, നന്മകളിൽ നിലകൊണ്ടു കഴിഞ്ഞാൽ ബലഗ ഇലൽ മഖാമിൽ ലദീ, ഒരു സ്ഥാനമെത്തിക്കുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആണ് പഠിപ്പിക്കുന്നത്. യഖൂലുല്ലാഹു കുൻതു ലഹു സംഅൻ വബസറാ, അല്ലാഹു തആല ആ വ്യക്തിയുടെ കാര്യത്തിൽ ഞാൻ അവന്റെ കാഴ്ചയായി, ഞാൻ അവന്റെ കേൾവിയായി എന്ന് പറയാൻ മാത്രമുള്ള സ്ഥാനത്ത് അദ്ദേഹം എത്തിക്കുന്നു. ഫൈദാ സോറ നൂറു ജലാലില്ലാഹി സംഅൻ ലഹു, അല്ലാഹുവിന്റെ നൂറ് ഒരു വ്യക്തിയുടെ കാതിലെത്തി കഴിഞ്ഞാൽ, കാതിന് ലഭിച്ചു കഴിഞ്ഞാൽ സമിഅൽ ഖരീബ വൽ ബഈദ്, ദൂരമെന്നോ വിദൂരമെന്നോ വ്യത്യാസമില്ലാതെ അവന് കേൾക്കാൻ കഴിയുന്നു. വൈദാ സോറ ദാലിക നൂറു ബസറൻ ലഹു, ഈ നൂറ് അല്ലാഹുവിന്റെ നൂറ് ഒരു വ്യക്തിയുടെ കാഴ്ചക്ക് ലഭിച്ചു കഴിഞ്ഞാൽ റഅൽ ഖരീബ വൽ ബഈദ്, ദൂരം അടുത്ത് എന്ന് വ്യത്യാസമില്ലാതെ അവന് കാണാൻ കഴിയുന്നു. വൈദാ സോറ ദാലിക നൂറു യദൻ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറ് ഒരാളുടെ കരങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഖദറ അല തസറുഫി ഫിസ്സഅബി വസ്സഹ്ലി വൽ ബഈദി വൽ ഖരീബ്, എളുപ്പവും അനായാസവും ദൂരവും വിദൂരവും ഒന്നും വ്യത്യാസമില്ലാതെ ഇടപെടാൻ ആ വ്യക്തിക്ക് കഴിയുമെന്ന് മഹാനായ ഇമാമുന റാസി റളിയല്ലാഹു അൻഹു. ഈ തഫ്സീർ റാസി ഒന്ന്, ഈ വിശദീകരണം ഒന്ന് തഫ്സീർ റാസി എടുത്ത് വായിച്ചു കൊടുക്കാൻ ഫൈസൽ മൗലവിക്ക് കഴിയോ? ഈ ഇബാറത്ത് വായിപ്പിക്കാൻ മൻസൂർ ഭായ്, നിങ്ങളുടെ മൗലവിമാരിൽ നിന്ന് ആരെക്കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? നിങ്ങൾക്ക് ഏതായാലും വായിക്കാൻ കഴിയില്ല, കാരണം നിങ്ങൾ കിതാബ് പഠിച്ചിട്ടില്ല. തെറി പറയാനേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. നീ എന്താ എനിക്ക് മറുപടി വീഡിയോ ആയിട്ട് വരുമ്പോ ചെയ്യേണ്ടത്? ആശയപരമായിട്ട് നേരിടല്ലേ വേണ്ടത്. ഞാൻ കിതാബ് എടുത്ത് വായിച്ചത് അതിനെ ഗണ്ണിക്കാനുണ്ടെങ്കിൽ ഒരു വരിയെങ്കിലും വായിക്കാൻ. 10-30 മിനിറ്റ് നീ വീഡിയോ ചെയ്തിട്ട് ഒരു അര വരി വായിച്ചു. ഞാനതല്ലേ പറഞ്ഞത്, കിതാബ് ഒരു അര വരി വായിക്കാൻ എനിക്ക് ആവില്ല മൻസൂറെ. ഇത് ഞാൻ എന്നെ കുറ്റപ്പെടുത്തല്ല, എന്നെ മോശാക്കല്ല, എന്റെ അവസ്ഥ പറയാണെന്ന്. പിന്നെ മൊബൈൽ ഫോൺ മുന്നിൽ വെച്ചിട്ട് ആർക്കും എന്തും പറയാ. അത് കിതാബ് ഓതി പഠിക്കൊന്നും വേണ്ട, മതം അറിയേണ്ട ക്വാളിറ്റി ആവശ്യമില്ല. കാരണം ആരാലും നിയന്ത്രിക്കപ്പെടാതെ വീടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു മൊബൈലും മുന്നിൽ നാട്ടി വെച്ച്, മൊബൈൽ വെച്ചു എന്നുള്ളതല്ല മോശം, മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ അവരുടെ പ്രബോധനം നടത്തുന്നത്. മൊബൈൽ വെച്ചോ ക്യാമറ വെച്ചോ എന്നുള്ളതല്ല വിഷയം. ആ സംവിധാനങ്ങളെ മുഴുവനും തന്റെ വിവരക്കേടിനും തെറി പറയാനും നാലാളുകൾ കയ്യടിക്കാനുണ്ടെങ്കിൽ മസാല പുരട്ടിയ തെറികൾ, അസഭ്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാനുള്ള വേദിയാക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരെക്കുറിച്ചും എന്ത് വിടുവായത്വവും വിഡ്ഢിത്തവും ഭീഷണിയും തെമ്മാടിത്തവും വിളിച്ചു പറയാം. വിടുവായത്വവും ഭീഷണിയും തമ്മാടിത്തരവും എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ആർക്കാ യോജിക്കുക എന്നുള്ള ഒരു 4 വീഡിയോ നീ ചെയ്തു നിർത്തി നോക്ക്. ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ വളരെ തുച്ഛമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്റെ ചാനൽ ഒന്ന് പരിശോധിക്കുക. നിന്റെ മൗലവിമാരെ ആദർശപരമായി ആശയപരമായി ഗ്രന്ഥങ്ങൾ എടുത്ത് ഗണ്ണിക്കല്ലാതെ നീ പറഞ്ഞ വല്ല വാക്കുകളും ഒക്കെ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ കഴിയും. ഈ വാക്കുകളൊക്കെ ഞാൻ പ്രയോഗിച്ചൊന്ന് കാണിച്ചു തരാൻ കഴിയുമോ മൻസൂറെ നിനക്ക്? എന്നാൽ അതേപോലെ ഈ ലോകത്ത് കോടാനുകോടി ജനങ്ങളുണ്ട്, അവർക്കൊക്കെ മൊബൈലുണ്ട്, നെറ്റുണ്ട്, ഇന്റർനെറ്റ്. അവർക്ക് ഇതൊന്നും പറയാൻ പാടില്ല എന്നുള്ളതല്ലേ ഈ മനുഷ്യൻ പറഞ്ഞതിൽ നിന്ന്, അതിന്റെ ഒരു ആകത്തുകയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എല്ലാവർക്കും കൂടെ സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ നന്മ പറയുന്നവരും കുതിര കയറുന്നവരും ഉണ്ടാകും. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തപ്പെടുന്നില്ല. ഇച്ചിരി ഓർമ്മപ്പെടുത്തല്, നീ ഒന്ന് ഓർക്കണം, നീ ചെയ്യുന്നത് മലർന്നു കടന്ന് തുപ്പുകയാണ് എന്നുള്ളത്. നിന്നൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഒരു സതുദ്ദേശപരമായ ഒരു ഉപദേശം നടത്തിയതാണെന്ന്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം, അതിൽ നന്മണ്ട്. നമ്മളെ വീക്ഷിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ തെറി പറയരുത്, പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത്. അതിലൂടെ അയാൾ പറയുന്നൊരു വാക്കാണ്, തലക്ക് വെളിവില്ലാത്തവന്റെ കയ്യിൽ മൊബൈൽ എത്തിപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മൻസൂർ മണ്ണാർക്കാടിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തലയുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. ഒരു വിഭാഗത്തോടുള്ള അന്ധമായ വിരോധം കൊണ്ട് ഒരു പക്ഷേ തലയുടെ ആ വെളിച്ചം നഷ്ടപ്പെട്ടു പോയെന്ന് വരും. ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു വിഭാഗത്തോടുള്ള അന്ധമായ വിരോധമോ പകയോ നിങ്ങളെ അനീതി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. യഅദിലു, നിങ്ങൾ നീതിമാന്മാരാവണം. ആ നീതിയിൽ നിന്ന് എന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നോ, നമ്മൾ മാറിപ്പോകുന്നോ, അന്ന് നമ്മുടെ തലയുടെ വെളിവ് നഷ്ടപ്പെട്ടു പോകും.
തലയുടെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് നമ്മുടെ ശത്രുഭാഗത്തിന്, നമ്മുടെ ആശയത്തിനെതിരായി നിൽക്കുന്ന വ്യക്തിയെ ഏത് രീതിയിലും കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു വളരെ മോശകരമായ സംസ്കാരത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകും. അത് നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന കേസാണ്. മൻസൂർ ഇതൊന്ന് ഉൾക്കൊള്ളണം, പഠിക്കണം. നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന തകരാറിനെ കുറിച്ച് മൻസൂർ ഒന്ന് ചിന്തിക്കണം. ഈ വെറുപ്പും വിദ്വേഷമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഞാൻ മൻസൂറിന് ഒരു പുസ്തകം പരിചയപ്പെടുത്തി തരാം. ഒഴിവ് സമയത്ത് ഈ പുസ്തകം ഒന്ന് വായിക്കാൻ, അതല്ലെങ്കിൽ ഇതിന് തുല്യമായ പുസ്തകങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി തയ്യാറാക്കണം. ഡേവിഡ് ഈഗിൾമാൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ മനുഷ്യ മസ്തിഷ്കം, ദ ബ്രെയിൻ, മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ട നല്ല സുന്ദരമായ ഒരു പുസ്തകമാണ്. ഈ മൊബൈൽ മാനിയയും സോഷ്യൽ മീഡിയയിലുള്ള തെറി പറയുന്ന സംസ്കാരവും നമ്മെ ഏത് രീതിയിൽ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മെമ്മറി ഏത് നിലക്ക് ബാധിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ തലച്ചോറിന്റെ ആ രീതികളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞത് അന്ധമായ വിരോധം കൊണ്ടും വഹാബി പാഠശാലയിൽ നിന്ന് പഠിച്ചെടുത്ത വൃത്തികെട്ട സംസ്കാരം കൊണ്ടുമാണ് നീ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ വിളമ്പുന്നത് എന്നാണ്. അതിലൊരു മാറ്റമല്ല. അത് ആ സംസ്കാരം പഠിപ്പിച്ച വഹാബി പാഠശാലയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ പോവാണ് എനിക്ക്. അതൊരു അസ്വസ്ഥതയാണ് എന്നാണ് പറഞ്ഞത്. മൻസൂർ മണ്ണാർക്കാട് സാധാരണ ജനങ്ങൾക്ക് ആർക്കും തന്നെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നില്ല. അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരൊറ്റ വ്യക്തിയും ഭൂമി മലയാളത്തിൽ, ലോക ചരിത്രത്തിൽ ഞാനൊരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നവനാണ് എന്ന് തുറന്ന് സമ്മതിച്ചതിന് ചരിത്രം ഉണ്ടാവില്ല. നിന്റെ വീഡിയോ ചുരുങ്ങിയത് നീ ഒന്ന് മുൻപ് ചെയ്ത വീഡിയോകളൊന്ന് എടുത്ത് കേട്ടു നോക്കണം. അതിലൊക്കെ നടത്തുന്ന പ്രയോഗങ്ങൾ ശത്രുവാണെന്ന് കരുതി, നിന്റെ ആശയത്തിനെതിരാണെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്നാണോ? ഇതൊക്കെയാണോ മൻസൂറൻ നമ്മൾ പഠിക്കേണ്ട സംസ്കാരം? ഇതല്ലേ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ? അതിന്റെ ഉൾക്കൊള്ളാൻ ഇത്ര പ്രയാസം. എന്നാല് വേഷഭൂഷാദികളിലൂടെ വിശ്വാസി സമൂഹത്തെ, പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുവാൻ, വഞ്ചിക്കുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള മുസ്ലിയാക്കന്മാർക്ക് വേഷഭൂഷാദികളിലൂടെ സമൂഹത്തെ പറ്റിക്കണമെന്നില്ല. അനക്കൊണ്ട് വേഷം, ഇജു വേഷം ധരിച്ചിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. നീ ധരിച്ചതുപോലെ വേഷം ഞങ്ങളും അണിയുന്നുണ്ട്. ആ അണിയുന്ന വേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്ദരമായ വെള്ള ഡ്രസ്സ്, തലപ്പാവ്, സുന്ദരമായ ആ വേഷമാണെന്ന് മാത്രം. മുസ്ലിയാക്കന്മാർക്ക് അത് ബുദ്ധിമുട്ടായി തോന്നും എന്നല്ല, അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല മൻസൂറെ. നിന്നെ പോലുള്ള ആളുകൾ, നിന്നെക്കാൾ എത്രയോ വിവരമുള്ള, 4 അക്ഷരമൊക്കെ വായിക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെ നിന്ന് നിരന്തരമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആശയത്തിനെതിരെ ശബ്ദിച്ചിട്ടും ഒരു പോറലും ഈ ദീനിനേറ്റിട്ടില്ല. ഈ ദീൻ ഇവിടെ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് ഞാനും നീയും ഏത് അവസ്ഥയിൽ നിന്ന് നോക്കിയിട്ടൊന്നും അല്ല മനസ്സിലായി. അതൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. നമ്മുടെ സംസ്കാരം ലോകം അളക്കും, അത്രേ മനസ്സിലാക്കാനുള്ളൂ. ഞാനാണെങ്കിലും നീ ആണെങ്കിലും സഭ്യമായ ഭാഷ ഉപയോഗിക്കാം മതപ്രബോധനത്തിന്. അത് നിനക്ക് മാത്രമല്ല ബാധകം, എല്ലാവർക്കും ബാധകമാണെന്ന്. ഇത് നമ്മളെല്ലാവരും ഉൾക്കൊണ്ടാ പോരെ. ഇനി വെറും ജൽപ്പനം മാത്രമല്ല, അയാള് ഭീഷണിപ്പെടുത്തുന്ന നടക്കമുണ്ട്. നമുക്ക് കേൾക്കാം. ഓരോറ്റ വാക്കിലൂടെ ഞാൻ ഭീഷണിപ്പെടുത്തിയത് നിനക്ക് കാണിച്ചു തരാൻ കഴിയും. ഞാനൊരു സംഗതി പറഞ്ഞിട്ടുണ്ട്. നീ കാണിക്കുന്ന ശൈലിയിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ കുറിച്ച്, മാന്യന്മാരെ കുറിച്ച് നീ ഒരു വീഡിയോ ചെയ്യും, സാധാരണക്കാരെ കുറിച്ച്. എന്താണ് അവിടെ സംഭവിക്കാന്ന് നിനക്കറിയാം. അത് ഞാൻ ചെയ്യുന്നതല്ല, നാട്ടുകാരവിടെ നടപ്പിലാക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഞങ്ങൾ അത് ചെയ്യില്ല. ഇതല്ലേ മൻസൂറെ ഞാൻ പറഞ്ഞത്? ഇന്ന് വരെ ഒരു പെറ്റി കേസ് പോലും നിനക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. എത്രയോ ഉസ്താദുമാരെ, സയ്യിദന്മാരെ നീ നിസാരപ്പെടുത്തിയിട്ടുണ്ട്, വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട്, സമൂഹത്തിൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് നീ തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ നിനക്കൊരു നിയമ നടപടിയോ ഒരു കേസോ ഒരു പ്രശ്നമോ അതിന്റെ പേരിൽ നേരിടേണ്ടി വന്നിട്ടില്ലാത്തത് ഈ സമൂഹത്തെയാണ് നീ അവഹേളിക്കുന്നത് എന്നതുകൊണ്ടാണ്. അവരെ തണലിൽ തന്നെയാണ് നീ വീഡിയോ ചെയ്യുന്നത്. ഒരു സംശയവും വേണ്ട. നീ എന്ത് ആക്രോശിച്ചാലും, നീ ഏത് വിധത്തിൽ ഞങ്ങളെ പ്രകോപിപ്പിച്ചാലും ഞങ്ങൾ അതിന് നിനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പ്രകോപിതരാകാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ അത് നിലപാടതല്ല. നമുക്ക് കേൾക്കാം. തന്റെ യൂട്യൂബ് ചാനലിലൂടെ തനിക്ക് മുന്നിൽ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് അല്ലാഹു തആല മഹത്വം നൽകിയ മഹാന്മാരെ ഓരോ ദിവസവും, അതല്ലെങ്കിൽ ഓരോ ദിവസത്തിലെ മണിക്കൂറുകളിലും വെട്ടിത്തുന്നുക, അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോകൾ സംപ്രേഷണം ചെയ്യുക എന്നുള്ളതാണ് വിദ്വാന്റെ ഏറ്റവും വലിയ തൊഴിൽ. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ തൊഴില്? അല്ലാഹു തആല മഹത്വം നൽകിയ ആളുകളെ, അവരെ മോശമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ തൊഴിൽ എന്നാണ് പറഞ്ഞത്. തീർച്ചയായും നിന്റെ തൊഴിലാ തന്നെ. ഒരു ദിവസം നേരം പുലർന്നാൽ 2, 3, 4 വീഡിയോകൾ. നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇത് മാത്രമാണ് നിന്റെ പണി. നിന്റെ ജോലി ഇതാണ്. ഞങ്ങൾക്ക് ഇവിടെ ദർസുണ്ട്, ഞങ്ങളുടേതായ ദഅവത്തിന്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ദിവസം നിരന്തരമായി പണ്ഡിതന്മാരെ ഓരോരുത്തരെ തെരഞ്ഞെടുത്തുകൊണ്ട്, സമൂഹം ആദരിക്കുന്നവരെ തെരഞ്ഞെടുത്തുകൊണ്ട് നിസാരപ്പെടുത്തൽ തന്നെയാണ് നിന്റെ ജോലി. 2000 മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2000 മുകളിൽ വീഡിയോ നീ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു കിതാബ് എടുത്ത് വായിച്ചുകൊണ്ട് മതം പറയണത് കാണിച്ചു തരാൻ കഴിയും എനിക്ക്? ജി പറയുന്നത് മതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി, ഏത് മതാ ജി പറയണത്? സുന്ദരമായ ആശയങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട, പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട എത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് സംസാരിക്കാം മൻസൂറെ? ഒരാര ഗ്രന്ഥം, ഒരാര വരി നീ 2000 വീഡിയോ ചെയ്തിട്ട് വായിച്ചു കാണിച്ചു തരാൻ. ഞാനതല്ലേ പറഞ്ഞത്, നിനക്ക് നിന്റെ ഈ ആശയങ്ങൾ തോന്നിവാസം മുഴുവനും പറഞ്ഞ് വിളമ്പി അവസാനം എന്തെങ്കിലും ഒരു ആശയം പറയേണ്ടി വന്നാൽ ഒരു സ്റ്റെപ്പിന് കൊണ്ടേണ്ട അവസ്ഥയാണ്.
ഒരു സ്റ്റെപ്പിനായിട്ട് നീ ഒരു മൗലവിനെ കൊണ്ടുവരുമോ ലാസ്റ്റ്? അപ്പൊ നീ മതം പഠിച്ചിട്ടില്ല, നിനക്ക് ചേർന്നതല്ല മൻസൂറ ഈ പണി. അള്ളാഹു താല മഹത്വം നൽകിയ ആരെയാണ് ഞാൻ മോശമായി ചിത്രീകരിച്ചിട്ടുള്ളത്? അത് പറയണം. അത് പറയാന് ഈ തലേക്കെട്ടുകാർ ബാധ്യസ്ഥരാണ് എന്നുള്ള ആ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ട് അയാളുടെ വാക്കുകളിലേക്ക്. അത് പറയുന്നയും അത് പറയാൻ കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. നിന്റെ വീഡിയോ ഒന്ന് എടുത്ത് കണ്ടാ മതി. മാലോകര് കാണണ്ട, നീ ഒന്ന് എടുത്ത് കാണ്. നിന്റെ ഈ ബുദ്ധിയുടെ ഈ വല്ലാത്തൊരു വിഭ്രമാവസ്ഥ ഉണ്ടല്ലോ, ആലിമീങ്ങൾ തെറി പറയാനും സുന്നികളെ അവഹേളിക്കാനും നിനക്ക് മറുപടി പറയുന്നവരെ ഏതർത്ഥത്തിലും ആക്രമിക്കാനുമുള്ള നിന്നെ പ്രേരിപ്പിക്കുന്ന നിന്റെ ഈ ബുദ്ധിയുടെ വിഭ്രമാവസ്ഥ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിവെക്ക്. മെമ്മറിയൊക്കെ ഒന്ന് ഫ്രീ ആക്കി, എന്നിട്ട് ഒന്ന് ഒഴിഞ്ഞിരുന്ന് കേൾക്ക് നീ എന്തൊക്കെയാ പറഞ്ഞത്. അത് പറയണം. അത് പറയാന് ഈ തലേക്കെട്ടുകാർ ബാധ്യസ്ഥരാണ്. തലീക്കെട്ടുകാർ ബാധ്യസ്ഥ തന്നെയാണ്. തലീക്കെട്ട് ഇത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയതാണ് തലീക്കെട്ട്. മുത്തുനബിയുടെ ആളുകൾ എന്നാണ് നീ പറഞ്ഞത്. അയാളുടെ വാക്കുകളിലേക്ക് പോവാം. ഇവന് എല്ലാവിധ സംസ്കാരവും പഠിപ്പിക്കപ്പെട്ടത് വഹാബി പാഠശാലയിൽ നിന്നാണ് എന്നതുകൊണ്ട് അതിൻ്റെതായ എല്ലാ നേട്ടവും ഇവനിൽ കാണാൻ കഴിയും. അത് തെളിയിക്കാനും കൂടി ബാധ്യസ്ഥനാണ് മുസ്ലിയാരെ നിങ്ങൾ. മൊയന്ത് തലയെക്കെട്ടും കെട്ടിയിട്ട് ഇതാ കണ്ടില്ലേ അവന്റെ ഭാഷ? എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഈ വാക്കുകളൊക്കെ എന്താണ് നിന്റെ ജീവിതത്തിന്റെ ഒരു സ്വഭാവമായിട്ട്, ഒരു രീതിയായിട്ട്, നിന്റെ ഒരു പ്രകൃതിയായിട്ട് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ മാറുകയാണ്. ഏത് വീഡിയോ എടുത്താക്കിയാലും നീ 2000 വീഡിയോ ചെയ്തു എന്നാണല്ലോ, ആ 2000 വീഡിയോയിൽ ഏത് വീഡിയോ എടുത്താലും ഈ രീതിയിലുള്ള വാക്കുകളാണ് നിന്റെ വീഡിയോകളിൽ കാണുന്നത്. ഇത് സംസ്കാരമാണോ മൻസൂറെ? നല്ല തറവാട്ടിൽ പറഞ്ഞ ഹലാലായി ജനിച്ച മുസ്ലിമായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ചേർന്നതല്ല ഇത്. നമ്മളിത് മാറ്റണം. നിങ്ങൾ മൊയന്ത് തലയെക്കെട്ടും കെട്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് കാര്യമല്ല. നീ പറഞ്ഞല്ലോ മൊയന്ത് തലയെക്കെട്ട്, എന്തിനാണ് നീ ആക്ഷേപിച്ചത്? തലപ്പാവ് എന്ന് പറഞ്ഞാൽ മൻസൂറെ നിന്റെ നേതാക്കന്മാർക്ക് അത് പതിവുണ്ടാവില്ല. കാരണം അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തിലല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ ഒരു സുന്നത്തിനെയാണ് നീ പ്രയോഗിച്ചത്. മൊയന്ത് തലയെക്കെട്ട് നമ്മളെ നാവ് കൊണ്ട് പറയാൻ പറ്റിയതാണോ ഇത്? ഉദ്ധരിക്കാൻ പോലും എനിക്ക് മടിയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ശൈലിയായിരുന്നില്ല മൻസൂറെ തലപ്പാവ് ധരിക്കല്? അല്ലേ? നിനക്ക് നിഷേധിക്കാൻ കഴിയോ? വുളൂ ചെയ്യുമ്പോ വരെ തലയിൽ തലപ്പാവ് ഉണ്ടായിരുന്നു. തല തടവുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവിൽ തടവിക്കൊണ്ടാണ് പൂർത്തിയാക്കാറുള്ളത് എന്ന് ഹദീസിലില്ലേ? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ അലൽ ഖുഫൈനി വമുഖദ്ദമി റഅസിഹി വഅലാ ഇമാമതിഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തലപ്പാവ് തടവി പൂർത്തിയാക്കിയെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഈ തലപ്പാവിനെ കുറിച്ച് കണ്ടാണ് നീ ഈ 2-3 മിനിറ്റിന്റെ ഉള്ളിലെ മൊയന്ത് തലയിക്കെട്ട്, തലയിക്കെട്ടുകാര്, തലപ്പാവുധാരികള് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. ഇതിങ്ങനെ കേൾക്കുമ്പോ ചിലർ വിചാരിക്കുമോ തലപ്പാവ് വളരെ മോശമാണ്. ഇത് മോശമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അത് കെട്ടിയതിന്റെ പേരിൽ നീ ആക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആക്ഷേപിക്കുക. ഞങ്ങൾക്ക് അതിലൊക്കെ അഭിമാനമുള്ളൂ മൻസൂറെ. ഇങ്ങനെയൊന്നും ഞങ്ങളെ തകർക്കാമെന്നോ ഞങ്ങളെ വ്യക്തിഹത്യ നടത്തിയിട്ടോ ഏതെങ്കിലും വിധേനെ ഞങ്ങളെ കുറിച്ച് 4 തെറി പറഞ്ഞിട്ടൊക്കെ തളർത്താമെന്നൊക്കെ നിന്റെ പൂതിയാണ്. അങ്ങനെയൊക്കെ നീ പലരെയും തളർത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. നിന്റെ വീഡിയോകൾ എടുത്താൽ കാണാൻ കഴിയും. വഹാബി പാഠശാലയിൽ നിന്ന് എനിക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത് പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. അത് പറഞ്ഞരെന്നെയും അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ ചർച്ച ഇവിടെ തുടരും. ആധികാരികമായിട്ട് ഞാൻ വായിച്ച ഒരൊറ്റ കിതാബിന്റെ വരികളെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടില്ല. 30 മിനിറ്റ് വളരെ വൃത്തികെട്ട ഭാഷയിൽ വീഡിയോ ചെയ്തു എന്നല്ലാതെ ഞാൻ പരാമർശിച്ച ഒരൊറ്റ കാര്യത്തെ പരാമർശിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ ലക്ഷ്യം മതമാണെങ്കിൽ, ഈ സമൂഹത്തിന് നല്ല സന്ദേശം നൽകലാണെങ്കിൽ നിന്നെ ഞാൻ ആണായി വിളിക്കുകയാണ്. ഞാൻ ഇവിടെ വായിക്കുന്ന ഉദ്ധരിക്കുന്ന ഉദ്ധരണികളിലുള്ള അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് ആണത്തമുണ്ടോ? ഞാൻ വായിക്കുന്നതിൽ എന്തെങ്കിലും വഞ്ചനണ്ടെന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്നെ പഠിപ്പിക്കാൻ പോകുകയാണ് എന്താ വഹാബിസം എന്ന്. ഈ വഹാബിസം ഞാൻ വിശദീകരിക്കുമ്പോൾ ധാർമ്മികതയുണ്ടെങ്കിൽ തെറി പറയല വേണ്ടത്, കളിയാക്കല്ല വേണ്ടത്. നീ ചെയ്തോ, നീ ചെയ്യണയും ഞാനത് പ്രതീക്ഷിക്കണുണ്ട്. ഒരു പ്രശ്നവും നമുക്കില്ല. വളരെ സുന്ദരമായി ഗണ്ണിക്ക്. ഞാൻ വായിച്ച കിതാബുകളെ ഗണ്ണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് വഹാബിസം? അത് പഠിപ്പിച്ചു തരിക തന്നെയാണ്. പരിശുദ്ധ ഖുർആനും സ്വഹിയായ ഹദീസും അത് വഹാബി പാഠശാലയാണെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. വഹാബി പാഠശാലയുടെ മുഖ്യമായ ലക്ഷ്യം തീവ്രവാദമാണ്. രക്തപങ്കിലമായ ചരിത്രമേ നിങ്ങൾക്കുള്ളൂ. രക്തത്തിൽ വളർത്തിയെടുത്ത, വാളുകൊണ്ട് വളർത്തിയെടുത്ത ചരിത്രമല്ലാത്ത ഒരു ചരിത്രം നിങ്ങൾക്കില്ല. വഹാബിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും മോശപ്പെട്ട ഒരു സംഭവം എന്നല്ല, വളരെ വൃത്തികെട്ട സംഭവം തന്നെയാണ്. മുസ്ലിം സമൂഹം ഈ അടുത്ത നൂറ്റാണ്ടുകളായി അനുഭവിച്ച ഏറ്റവും ഗൗരവകരവും ഈ ഉമ്മത്തിന് ഭീഷണി ഉയർത്തുന്നതുമായ ഒരു പ്രതിസന്ധി ഈ ഉമ്മത്ത് തരണം ചെയ്യുന്നുണ്ടെങ്കിൽ, നേരിടുന്നുണ്ടെങ്കിൽ അത് വഹാബിസം തന്നെയാണ്. മുസ്ലിം സമൂഹത്തിൽ ഏതെങ്കിലും വിഭാഗങ്ങളെയോ ഏതെങ്കിലും വ്യക്തികളെയോ ഇന്നും തീവ്രവാദത്തിന്റെ ചാപകുത്തി വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ വഴിയൊരുക്കി കൊടുത്തതും അതിന് മരുന്ന് കൊടുത്തതും വഹാബിസം തന്നെയാണ്. അത് ഞങ്ങളെ വാദല്ല, തെളിയിക്കും. ആണാണെങ്കിൽ ഗണ്ണിക്ക്. ഞാൻ അങ്ങനെ വഹാബി അടിച്ചെങ്കിൽ വിളിച്ച വഹാബിന്ന് 2 വട്ടം. നിനക്കൊന്നും വിഷയമല്ലല്ലോ. എന്താ വിഷയമുള്ളത്? ആകെ നീ കുളിരറ്റു എന്ന് പറഞ്ഞതുപോലെ നിനക്ക് എന്താ വിഷയമുള്ളത്?
ഈ നിലയ്ക്ക് 2000 വീഡിയോകളിലൂടെ തെറിയും വിദ്വേഷങ്ങളും പ്രചരിപ്പിച്ച നിനക്കൊരു വിഷയം ഉണ്ടാവില്ല. പക്ഷെ നീ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിനക്ക് തരുന്നത്. നീ പഠിക്കണം ചരിത്രം. ഇത് തരുമ്പോഴും നിന്റെ മുന്നിലേക്ക് വെക്കുമ്പോഴും നിന്നെ ഏതെങ്കിലും രീതിയിൽ വ്യക്തിഹത്യ നടത്തണം എന്നല്ല എന്റെ ഉദ്ദേശമുള്ളത്. നീ പഠിക്കണം. വസ്തുനിഷ്ഠമായി പഠിച്ച് സമൂഹത്തോട് പറയണം ഈ ചരിത്രത്തെ കുറിച്ച്. എന്താണ് വഹാബി പ്രസ്ഥാനം? അൽ മംലക്കത്തു സഊദിയ എന്ന് പറയുന്ന നിങ്ങളുടെ വഹാബി നിയന്ത്രണത്തിലുള്ള പ്രസാധകർ അടിച്ചറക്കുന്ന ഉൻവാനുൽ മജ്ദ് ഫീ താരീഖി നജ്ദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിങ്ങൾ പറയുന്നു, ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളൊരു ആരോപണം പറഞ്ഞു എന്ന് പറയണ്ട. ഇബ്നു അബ്ദുൽ വഹാബിന്റെ തേരോട്ടവും അദ്ദേഹം നാടുകളിൽ കടന്നു കയറിക്കൊണ്ട് തീവ്രമായി പ്രവർത്തനം നടത്തിയതും തീവ്രവാദപരമായി ഇടപെട്ടതും വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അവർ കർബലയിലേക്ക് കടന്നു വരികയാണ്. ആ നാടിനെ അവർ പൂർണ്ണമായി ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ആ നാടിനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് തെരുവോരങ്ങളിലും വീടുകളിലുമുള്ള മനുഷ്യരെ കൊന്നു തള്ളിക്കളഞ്ഞു. ഞാനല്ല പറയുന്നത്. താരീഖ് നജ്ദ് എന്ന പേരിൽ നിങ്ങളുടെ അൽ മംലക്കത്തു സഊദിയ അടിച്ചറക്കുന്ന ഗ്രന്ഥത്തിലുള്ള ചരിത്രമാണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രമാണ്. നിങ്ങൾ കാണത്തമുണ്ടെങ്കിൽ ഗണ്ണിക്കണം ഇതിനെ. ഞാൻ എവിടെ കളവ് പറഞ്ഞു എന്നുള്ളത്? വഹാബി പാഠശാലയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണ്. അത് കേവലമായ ആരോപണമല്ല. വഹദമുൽ ഖുബ്ബത്തുൽ മൗദൂഅത ബിസഅമി മൻ യഅ്തഖദ ഫീഹാ അലാ ഖബ്രിൽ ഹുസൈൻ. റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബകൾ നിങ്ങൾ അടിച്ചു തകർത്തു. വഅഖദൂ മാ ഫിൽ ഖുബ്ബത്തി വമാ ഹൗലഹാ. ആ കുബ്ബയിലും അതിന്റെ പരിസരത്തും ഉണ്ടായിരുന്ന മുതലുകൾ പിടിച്ചെടുത്തു. ഇത് രേഖപ്പെടുത്തി വെച്ചത് മൻസൂറെ അൽ മംലക്കത്തു സഊദിയ ഇറക്കുന്ന താരീഖു നജ്ദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. ഇനി മഹാനായ അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു, രണ്ടാം ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഫ്തി മക്കയിലെ മുഫ്തിയായിരുന്ന മഹാനായ അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം ഫിത്നത്തുൽ വഹാബിയ. ഈ ഗ്രന്ഥത്തിൽ എന്തേ പറഞ്ഞത്? വഹാസറു മക്ക. മക്കയിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ചെടുത്ത തീവ്രവാദ പാഠശാലയിൽ നിന്ന് തീവ്രമായ ആശയം നുകർന്നെടുത്ത പട്ടാളക്കാർ മക്കയെ വലയം ചെയ്തു. വഅഹാതു ബിഹാ മിൻ ജമീഇൽ ജിഹാദ്. ഒരു നിലക്കും അവിടെയുള്ള നാട്ടുകാർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാത്ത വിധം ആ നാടിനെ പൂർണ്ണമായി വലയം ചെയ്ത് വശദ്ദദുൽ ഹിസാറ അലൈഹ. മക്കയുടെ മേലിൽ പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തി. വഖതഉ തുറുക വമനഉൽ മീറത അൻ മക്ക. വഴികൾ തടസ്സപ്പെടുത്തി. അവിടേക്കുള്ള ഭക്ഷണ സൗകര്യങ്ങൾ തടഞ്ഞു വെച്ചു. ആ മനുഷ്യരെ പൂർണ്ണമായി പട്ടിണിക്കിട്ടു. മക്കയുടെ മേലിൽ പൂർണ്ണമായ ഉപരോധം അതികഠിനമായി നടപ്പിലാക്കി. ഹത്താ അകലുൽ കിലാബ ലിശിദ്ദത്തിൽ ഗലാഇ വഅദമി വുജൂദിൽ ഖൂത്ത്. പഠിക്കണം ചരിത്രം. ഇബ്നു അബ്ദുൽ വഹാബ് തീവ്രമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുണ്യമേറിയ മക്കയെ ഉപരോധിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള മനുഷ്യരെ പട്ടിണിക്കിട്ടുകൊണ്ട് നായകളെ വരെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടി അവർക്ക് കഴിക്കേണ്ടി വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വെച്ചത് മക്കയുടെ മുഫ്തിയായിരുന്ന അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു ആണ്. നിഷേധിക്കാൻ കഴിയോ ഈ ചരിത്രത്തെ? എന്തേ? ഇമാമിങ്ങൾ പഠിപ്പിച്ചതല്ലേ ഈ ചരിത്രം? നിങ്ങൾ തന്നെ രേഖപ്പെടുത്തിയതല്ലേ ഈ ചരിത്രം? ഇതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ? അവരുടെ തന്നെ മറ്റൊരു ഗ്രന്ഥം അദ്ദുററുസ്സനിയ ഫിർ റദ്ദി അലൽ വഹാബിയ. പഠിക്ക് മൻസൂറെ. നിനക്ക് പഠിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി, നിനക്ക് നിന്റെ മൗലവിമാരുടെ മുന്നിൽ പോയിട്ട് നല്ല രീതിയിൽ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിന്റെ മുന്നിലേക്ക് ഞാൻ ഈ തെളിവുകൾ വെക്കുന്നത്. ആരായിരുന്നു ഇബ്നു അബ്ദുൽ വഹാബ്? അദ്ദേഹത്തിന്റെ പിതാവ് പോലും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. സഹോദരൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിനെതിരെ സംവാദം നടത്തിയ ആളല്ലേ? മഹാനായ അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, വലമ്മാ ത്വാല നിസാഉ ബൈനഹു വബൈന അഖീഹി. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഘോരമായ സംവാദം നടക്കുകയാണ്. ആശയപരമായ സംവാദം. ആശയപരമായ സംവാദത്തിൽ ഇന്ന് വരെ പിടിച്ചു നിൽക്കാൻ ഒരു വഹാബിക്കും കഴിഞ്ഞിട്ടില്ല. മൻസൂറേജ് തെറി പറയുമ്പോൾ അങ്ങക്ക് അത്ഭുതമൊന്നുമില്ല. നീ പഠിച്ചെടുത്തത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ പാഠശാലയിൽ നിന്നാണ് നീ പറഞ്ഞല്ലോ. ആ പാഠശാലയിൽ നിന്നാണെന്ന് നീ പറഞ്ഞല്ലോ. അത് വളരെ സൗകര്യമായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സംസ്കാരമാണ് പ്രകോപനത്തോടു കൂടെ നേരിടുക, അക്രമങ്ങളുടെ വഴി തിരഞ്ഞെടുക്കുക. ആശയപരമായ ചർച്ചയിൽ നിന്ന് മാറിയിട്ട് അക്രമത്തിന്റെ വഴിയിലേക്ക് പോകുക എന്നുള്ളത് നിന്റെ നേതാവിന്റെ സംസ്കാരമാണ്. അവർ സംവാദങ്ങൾ നടത്തിയപ്പോൾ തന്നെ കൊന്നുകളയാൻ സഹോദരൻ ഓർഡർ ഇട്ടുപോകുമോ എന്ന് പേടിച്ചുപോയി. അദ്ദേഹം ഈ പേടിയുടെ ഭാഗമായി മദീനയിൽ അഭയം തേടി. ഇങ്ങനൊരു ചരിത്രമുണ്ട്. സ്വന്തം സഹോദരന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം ക്രൂരതയുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യൻ അയാളാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അയാളുടെ പാഠശാലയിൽ പഠിപ്പിക്കപ്പെടുന്ന ആശയത്തിന്റെ പേരാണ് വഹാബിസം. ഞങ്ങൾ 1000 വട്ടം പറയും. അദ്ദേഹം കണ്ണ് കാണാത്ത ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞു. മനോഹരമായ ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചിരുന്ന വ്യക്തിയെ എന്തിന്റെ പേരിലാ കൊന്നുകളഞ്ഞത്?
മിനാരത്തിൽ നിന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ ആ സ്വലാത്ത് നിർത്തിവെക്കണമെന്ന് ഈ വ്യക്തി ആഹ്വാനം ചെയ്തു. തീവ്രവാദത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഇബ്നു അബ്ദുൽ വഹാബിന് രസിച്ചില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് ചൊല്ലി എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്. ഇങ്ങനൊരു ചരിത്രം മൻസൂർ ഇബ്നു അബ്ദുൽ വഹാബിനുണ്ട്. ഈ ഗ്രന്ഥത്തിൽ തന്നെ അവർ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരായിരുന്നു അശൈഖ് മുഹമ്മദ് ബിൻ സുലൈമാനുൽ ഖുർദി, അശൈഖ് മുഹമ്മദ് ഹയാത്തു സിന്ദി. ഇവരൊക്കെ വലിയ മഹത്തുക്കളാണ്. അവർ വക്കാന ശൈഖാനിൽ മദ്കൂറാനി വഗൈറുഹുമാ മിൻ അശ്യാഖിഹി. അദ്ദേഹത്തിന്റെ ഉസ്താദുമാരായവർ മുഴുവനും യതഫറസൂന ഫീഹിൽ ഇൽഹാദ വൽവലാൽ. അദ്ദേഹം വഴിവെച്ചു പോകാനുള്ള ആളാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു മുൻകൂട്ടിയുള്ള ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള വാക്കുകളും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. വയഖൂലൂന സയദില്ലു ഹാദാ വയുദില്ലുല്ലാഹു ബിഹി മൻ അബഅദഹു വഅസ്ഖാഹു. ഇവൻ പേക്കുകയും ഇവനിലൂടെ ധാരാളം ആളുകൾ പേക്കപ്പെടാൻ കാരണമാവുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ ആ പണ്ഡിതന്മാർ, ഇവന്റെ ഉസ്താദുമാർ ഈ സമൂഹത്തിൽ മുന്നറിയിപ്പ് നൽകിയെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രത്തിൽ തീവ്രവാദമേ ഉള്ളൂ. ഇമാമികൾ രേഖപ്പെടുത്തിയതാണ്, നിങ്ങൾ തന്നെയും രേഖപ്പെടുത്തിയതാണ്. വൈദാ ഖതലു ഇൻസാനൻ അഖദു മാലഹു വഅഅതഉൽ അമീർ മുഹമ്മദ് ബിൻ സഊദ് മിൻഹുൽ ഖുംസ്. മുതലുകൾ അപഹരിച്ച് ആളുകളെ കൊന്നു കഴിഞ്ഞാൽ ആളുകളിൽ നിന്ന് പിടിച്ചെടുത്ത മുതലുകൾ അതിന്റെ 1/5 കൊണ്ടുപോയി തന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള ആയുധങ്ങളും ആൾബലവും പട്ടാള ബലവും നൽകി തന്റെ കൂടെ നിന്ന ഈ രക്തപങ്കിലമായ തീവ്രവാദപരമായ തേരോട്ടത്തിന് തന്റെ കൂടെ സഹായിയായി നിന്ന ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സഊദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മുന്നിൽ കൊണ്ടുപോയി ഈ സമ്പത്ത് കാണിക്ക വെക്കുകയാണ്. അതിന്റെ 1/5 അദ്ദേഹത്തിന്റെ മുന്നിൽ അവർ സമർപ്പിക്കുകയാണ്. വഖ്തസമുൽ ബാഖി, ബാക്കിയുള്ള മുതലുകൾ മുഴുവനും അവർ വിഹിതിച്ചെടുത്തു. തീവ്രവാദത്തിന്റെ ചരിത്രമല്ല ഇത്. ഫതഗല്ലബു വമലകു ജമീഅൽ അത്റാഫ് വഹാസറു മക്ക. ഇവിടെയും മഹാനവറുകൾ പറയുന്നു, മക്കയെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കി. അങ്ങനെ ആളുകൾ പ്രയാസപ്പെട്ടു, ക്ഷാമം നേരിട്ടു. വഅഖലന്നാസുൽ കിലാബ വൽ ജിയഫ്. ആളുകൾ കഠിനമായ വിശപ്പ് സഹിക്കാൻ കഴിയാതെ നായകളെ തിന്നു. വൽ ജിയഫ്, ശവശരീരങ്ങളും തിന്നണ്ട ഗതികേട്. പുണ്യമക്കയിലുള്ള മനുഷ്യർക്ക് വരുത്തി വെച്ച അതികിരാതനായ മനുഷ്യന്റെ പേരാണ് മൻസൂറെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അഹ്മദ് സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ഗണ്ണനുണ്ടെങ്കിൽ ആണായിട്ട് ഗണ്ണിക്ക്. ഇനി നിങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ ഇത്? നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടില്ലേ ഈ തീവ്രവാദത്തിന്റെ ചരിത്രം? ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹിജ്റ 1318 മുഹറം 8 ക്രിസ്താബ്ദം 1803 ഏപ്രിൽ 3 ഇബ്നു അബ്ദുൽ അസീസ് വിജയബേരി മുഴക്കിക്കൊണ്ട് പരിശുദ്ധ മക്കയിൽ പ്രവേശിച്ചു. നിങ്ങളുടെ പുസ്തകമാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന് പറയുന്ന ഈ മൊയ്ദ് മൗലവി എഴുതിയ വഹാബി പ്രസ്ഥാനത്തിന്റെ തലയെടുപ്പുള്ള നേതാവ് എഴുതിയ പുസ്തകത്തിലാണ് പറയുന്നത്, പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി. അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. ഖബറുകളുടെ മേൽ തുർക്കികളും മറ്റും നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുപ്പകളും പൊളിച്ചു നീക്കി. അൽ ഇത്തിഹാദ് മാസികയിൽ ഇ.കെ. മൗലവി. നിനക്ക് നിഷേധിക്കാൻ കഴിയോ? രേഖകൾ വെച്ചിട്ടാ ചോദിക്കുന്നത്. ഈ രേഖകളെ നിഷേധിക്കാനോ ഇങ്ങനെ ഒരു ചരിത്രം എഴുതി വെച്ചിട്ടില്ല എന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയോ? മൻസൂറെ ഇ.കെ. മൗലവി എന്താ എഴുതി വെച്ചത്? എന്നാൽ വഹാബികൾ ഈ അവസരം മസ്സലായി ഉപയോഗിച്ചു. അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഔലിയാക്കളുടെ ഖബറുകളും മറ്റും പൊളിച്ച് അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ച് പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്ത് വിറ്റു. വെള്ളിക്കിനാദികളും വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അവർ ഒരുക്കി വിറ്റ് അതിന്റെ വില പരിശുദ്ധ നാടിന്റെ സംരക്ഷകന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. പരിശുദ്ധ നാടിന്റെ സംരക്ഷകന്മാരെന്ന പേരിൽ ഇബ്നു അബ്ദുൽ വഹാബ് അവതരിപ്പിച്ച തീവ്രവാദികൾ അവർക്ക് വിഹിതിച്ചു കൊടുത്തു. അൽ ഇത്തിഹാദ് മാസികയിൽ ഇ.കെ. മൗലവി എഴുതുന്നു. നിഷേധിക്കാൻ കഴിയോ ഇത് എഴുതി വെച്ചിട്ടില്ലാന്ന്? അതേ മാസികയിൽ തന്നെ തൊട്ട് താഴെ കാണാം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അക്രമം. ഇന്ന് നിങ്ങൾ വഞ്ഞനം കുത്തി ചോദിക്കുന്നുണ്ടല്ലോ, എവിടെ മക്കയിൽ കുപ്പ, എവിടെ ജാറങ്ങൾ, എവിടെ? പച്ചയായ തോന്നിവാസത്തിലൂടെ മഹാന്മാരായ സ്വഹാബികളുടെ ഖബറുകളുടെ കുപ്പകൾ പൊളിച്ചിട്ട് നിങ്ങൾ സമൂഹത്തെ കൊഞ്ഞനം കുത്തുക. ഈ ചരിത്രം ഒന്ന് വിശദീകരിച്ചു കൊടുക്ക്. ഞാൻ വായിച്ചത് അബദ്ധമാണെങ്കിൽ, ഞാൻ വായിച്ചത് ചരിത്രത്തിന് വിരുദ്ധമാണെങ്കിൽ ആണായി വന്നൊന്ന് വിശദീകരിക്ക്. ഞാൻ നിന്നെ വിളിക്കുകയാണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രത്യായ ശാസ്ത്രം ഈ സമൂഹത്തിൽ ഏത് നിലക്ക് സ്വാധീനിച്ചു എന്നും ഏത് നിലക്ക് തീവ്രവാദപരമായി ഇടപെട്ടു എന്നും തെളിയിക്കാൻ ഞാൻ റെഡിയാണ്. മൻസൂറെ ആണാണെങ്കിൽ വാ, ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. തീർന്നോ? ഇല്ല. നിങ്ങളുടെ പുസ്തകങ്ങളിൽ മുഴുവനും നിങ്ങൾ പഠിപ്പിച്ചത് ഈ ആശയമാണ്. ഈ മൊയ്ദ് മൗലവി തന്നെ തുടർന്ന് സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ സംസാരിക്കുന്നു. പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. അവിടെയും മക്കയിൽ ചെയ്തതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തു. ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിന് കാരണമായി. ഇബ്നു അബ്ദുൽ വഹാബിന്റെ എല്ലാ തീവ്രവാദവും ഞങ്ങൾ ആരോപണം ഉന്നയിച്ചതല്ല, നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്.
ഹിജറ 1216 ക്രിസ്താബ്ദം 1802 കർബല, മുഅല്ല, നജ്, അഷ്റഫ്, ബലദുൽ ഹുസൈൻ തുടങ്ങിയ രാജ്യങ്ങളെ നജ്ദുകാർ ആക്രമിച്ചു. അവിടങ്ങളിലെ ധനങ്ങളും ഖജാനകളും രത്നങ്ങളുമെല്ലാം പിടിച്ചെടുത്ത് അവ പട്ടാളക്കാരുടെ ഇടയിൽ വിതരണം ചെയ്തു. ഖബറുകളുടെ മേൽ പടുത്തുയർത്തിയിരുന്ന എടുപ്പുകൾ പൊളിച്ചു നീക്കി. ഈ മൊയ്ദ് മൗലവി ഇബ്നു അബ്ദുൽ വഹാബിന്റെ തീവ്രവാദം അതാ എഴുതി വെച്ചിരിക്കുന്നു. മറുപടി ഉണ്ടെങ്കിൽ മൻസൂറ ഇതിനൊക്കെ പറയേണ്ടത് തീർന്നോ? ഇല്ല. ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന MI മുഹമ്മദ് സുല്ലമി എഴുതിയ നിങ്ങളുടെ പുസ്തകം എന്താ ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രവർത്തന രീതിയെ പരിചയപ്പെടുത്തിയത്? അഥവാ തൗഹീദിന്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചത് കേവലം നാവും തൂലികയും ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരുന്നില്ല. ഇബ്നു സഊദിന്റെ മൂർച്ചയേറിയ വാളും അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇസ്ലാമേതര മതങ്ങളൊന്നുമില്ലാത്തതിനാൽ മതസഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിന്റെയും മുദ്രാവാക്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഇബ്നു അബ്ദുൽ വഹാബ് തന്റെ തീവ്രമായ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യരെ പച്ചയായി കൊന്നൊടുക്കിക്കൊണ്ട് സംഹാരതാണ്ഡവമാടിയ നാടുകളിൽ ഇസ്ലാമേതര വിശ്വാസികളില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് മുസ്ലിമീങ്ങളായിരുന്നു, സുന്നികളായിരുന്നു. മുസ്ലിമീങ്ങൾ അറുങ്കൊല ചെയ്തിട്ടാണ് വഹാബിസം ലോകത്ത് സ്ഥാപിച്ചത് എന്ന് ഞങ്ങളല്ല പറയുന്നത് മൻസൂറെ. ഇബ്നു സഊദിന്റെ ഗഡ്ഗം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ശക്തി ഉപയോഗിച്ചുകൊണ്ടുള്ള ആദർശ പ്രചരണത്തെ അവർ തിരസ്കരിച്ചതുമില്ല. ഇബ്നു സഊദിന്റെ വാൾ ഉപയോഗിച്ചിട്ടാണ് വഹാബിസം പ്രചരിപ്പിച്ചത് എന്ന് നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. തെറി പറയണ്ട, പരിഹസിക്കണ്ട, അതിനൊന്നും വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട. ആണാണെങ്കിൽ മറുപടി പറയേ. ഞാൻ വായിച്ച രേഖകളെ ഗണ്ണിക്ക്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിനക്ക് ധൈര്യമുണ്ടോ? പിന്നെ ആരെങ്കിലും ഒരാളെ പേര് പറയാൻ കഴിയോ തീവ്രവാദത്തിൽ പോയത്? എടോ, മലയാളക്കര ചർച്ച ചെയ്തതല്ലേ. നിങ്ങളിവിടെ തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാർ പോയതിന്റെ പേരിലുള്ള വാർത്തകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടില്ലേ? ആദ്യം മടവൂരി, പിന്നെ KNM, പിന്നെ ജിന്ന മുജാഹിദ്. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞങ്ങൾ IS എത്തിയത് എന്ന് വിളിച്ചു പറഞ്ഞത് പബ്ലിക് മീഡിയകളിലൂടെ, നമ്മുടെ നാട്ടിലെ ചാനലുകളിലൂടെ നാട്ടുകാർ കണ്ടിക്കണ് മൻസൂറെ. നിരവധി ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് IS എത്തിച്ചത് കാസർഗോഡുകാരനായ അബ്ദുൽ റാഷിദ് അബ്ദുള്ളയാണെന്ന് NIA കണ്ടെത്തിയിരുന്നു. ഇടയ്ക്കിടെ ശബ്ദ സന്ദേശങ്ങളിലൂടെ പ്രതികരിക്കുന്ന അബ്ദുൽ റാഷിദ് അബ്ദുള്ളയുടെ പുതിയ സന്ദേശത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. IS എത്തിയ മലയാളികളെല്ലാം ദമ്മാജ് സലഫികളുടെ ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സന്ദേശത്തിൽ പറയുന്നു. ഇത്തരം ക്ലാസുകളിൽ ജിഹാദിനെക്കുറിച്ചും പലായനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഫസ്റ്റ് ചിലപ്പോൾ മടവൂരി ആയിരിക്കും, പിന്നെ KNM ആയിരിക്കും, പിന്നെ മനസ്സിലാവും കുറച്ചും കൂടി സത്യം, അപ്പോൾ വിശുദ്ധത്തിലേക്ക് പോകും, പിന്നെ വിശുദ്ധത്തിൽ നിന്ന് കുറച്ചും കൂടി സത്യം മനസ്സിലാവുമ്പോൾ ഇതിലേക്ക് പോകും, ദമ്മാജിലേക്ക് പോകും, പിന്നെ എന്താണ് കുറച്ചും കൂടി അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വരിക. അത് തന്നെയാണ് ക്ലാസ്സുകളിൽ പോയിരുന്നത്. ഇവിടെ ഹിജറ ചെയ്ത് വന്ന ഓരോരാളും ഇവരുടെ എല്ലാ ക്ലാസ്സുകളിലും പല ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സുന്നി സൂഫി വിശ്വാസികളായിരുന്നുവെങ്കിൽ ഇവർ ഒരിക്കലും IS-ലേക്ക് എത്തില്ലായിരുന്നുവെന്നും റാഷിദ് അബ്ദുള്ള പറയുന്നു. നമ്മൾ AP അല്ലെങ്കിൽ EK ഫാമിലിയിലാണെങ്കിൽ ഇപ്പോഴും APകളുടെ കൂടെ ആണെങ്കിൽ എന്താണ് റാത്തീബും കുത്രാത്തീബും അവരുടെ ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്താണ് നടക്കുന്നുണ്ടാവും. അല്ലാതെ ചിലപ്പം ദൗലത്തുൽ ഇസ്ലാമിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവര് സലഫികളെ എതിർക്കുന്നത്. ഇസ്ലാമിക രാജ്യത്തു നിന്നുള്ള 92ാമത്തെ ഓഡിയോ എന്ന് പരിചയപ്പെടുത്തി. അപ്പോ ഈ തരത്തിലുള്ള മറപിടിക്കൽ കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ തീവ്രവാദമാണ് പ്രചരിപ്പിച്ചത്. നിങ്ങളുടെ പ്രവർത്തന രീതി സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. ഈ ശൈലി ശരിയല്ല, നിങ്ങൾ തിരുത്തണം ഇത്. നിങ്ങൾ സുന്നികളെ ആക്ഷേപിക്കാൻ വേണ്ടി ജിന്ന് മുജാഹിദിന്റെ നേതൃത്വത്തിൽ ലഘുലേഖ ഇറക്കിയില്ലേ? ആ ലഘുലേഖയിൽ സുന്നികളെ മാത്രമാണോ നിങ്ങൾ ആക്ഷേപിച്ചത്? മറ്റു മതസ്ഥരുടെ ആരാധ്യന്മാരെ നിങ്ങൾ പരിഹസിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിഹസിക്കാനും ആക്ഷേപിക്കാനും അത് ഇടവരുത്തുമെന്ന് പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുസ്തകം ഇറക്കിയില്ലേ, ലഘുലേഖ ഇറക്കിയില്ലേ? അതിൽ മറ്റു മതസ്ഥരുടെ മതചിഹ്നങ്ങളെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ പ്രചരണം നടത്തിയില്ലേ? ആ മതചിഹ്നങ്ങളോട് താരതമ്യം ചെയ്തുകൊണ്ട് കേരളക്കരയിലുള്ള സുന്നികളെ നിങ്ങൾ അവഹേളിക്കാൻ ശ്രമിച്ചപ്പോ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ മൻസൂറെ? മറ്റു മതസ്ഥർ നിങ്ങളെ പിടികൂടിയില്ലേ? അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? നാട്ടിൽ കലാപാന്തരീക്ഷങ്ങൾ വരെ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഏത് ചരിത്രത്തെയാണ് മൻസൂറെ നീ മാറ്റിവെക്കുന്നത്, മറച്ചു വെക്കുന്നത്? എന്തിനാണ് ഈ തെറി പറയൽ? വേണ്ട, ഞാൻ പറഞ്ഞ ആശയത്തെ ഗണിക്കുക. നീയാണ് എന്നോട് ചോദിച്ചത് ഈ വഹാബി പാഠശാലക്ക് എന്താ കുഴപ്പം. ഇത് തീരുമാനാക്കിയിട്ട് ഞാൻ അടുത്ത ചർച്ചയ്ക്കുള്ളൂ. ഇത് തീരുമാനമാക്കിയിട്ട് ഓരോന്ന് തീരുമാനാക്കാം. ഞാൻ വായിച്ച ഇബാറത്തുകളെ ഗണിക്കണം, നിങ്ങളുടെ രേഖകളെ ഗണിക്കണം. അതാണ് ആശയപരമായിട്ടുള്ള ചർച്ചയിലേക്ക് മൻസൂറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. തെറി പറയാൻ, അതുപോലെ തന്നെ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാനും നീ തയ്യാറാവുകയാണെങ്കിൽ എനിക്ക് നിന്നോട് പറയാനുള്ള ഉപദേശമാണ് ഇപ്പോൾ അവസാനമായി നിന്നോടുള്ള ഉപദേശമാണ് ഞാൻ നടത്തിയത്. അതിനൊക്കെ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ട എങ്കിൽ തള്ളിക്കളയാം. പക്ഷേ സമൂഹം ഇത് കാണുന്നുണ്ട്. രേഖകൾ വെച്ച് സംസാരിച്ചത്, കിതാബുകൾ വെച്ചിട്ടാണ് കഴിഞ്ഞ
സംസാരത്തിൽ ഞാൻ സംസാരിച്ചത് തൊട്ടു നോക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, നിനക്ക് കഴിയുകയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ എന്റെ മുന്നിക്ക് വാ, ഒരാര വരി ഞാൻ തരുന്ന കിതാബ് നീ ഒന്ന് വായിക്കേ, നീ പറയുന്ന പണി ഞാൻ എടുക്കും. നീ മതം പഠിച്ചിട്ടില്ല. ഇത് ഞാൻ പറയുന്നത് നിന്നെ കുറ്റപ്പെടുത്താനല്ല, നിന്നെ ബോധ്യപ്പെടുത്താനാണ്. അവരവർക്ക് ചേർന്നതേ അവനവൻ ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്നുമില്ലാതെ നിന്റെ ആകളുടെ ക്വാളിറ്റി ഓരോ വ്യക്തികളെയും വളരെ വൃത്തിഹീനമായ വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാം, പരിഹസിക്കുക. നീ പരിഹസിക്ക്, ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. സുന്ദരമായി ഞങ്ങൾ ആ പരിഹാസത്തെ സ്വീകരിക്കും, ഒരു പ്രശ്നമല്ല. നിന്റെയൊക്കെ പരിഹാസം കേൾക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പണിക്കിറങ്ങിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച രേഖകളും തെളിവുകളും ഈ സമൂഹത്തിൽ ബാക്കിയാകും. ബുദ്ധിയുള്ളവർ അത് ചിന്തിക്കുകയും ചെയ്യും. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.